മക്കളെ റാത്തല്ല നമ്മളെ കോഴിച്ചമത്തെ സൈറ്റാട്ടാ വലിയൊരു ജനൽ. പിന്നെ ഇതിനുള്ളിൽ ഇതാ ഒരു ജാളിൻ്റെ ഡിസൈൻ വരാനുള്ളതായിട്ട് വർക്ക്. മുമ്പ് നമ്മൾ എന്ത് ചെയ്ത് ആ സിറ്റ് ഔട്ടിൽ ശരിക്കും ഇതിന് ചാരുപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കൊരു പേടി കുടുങ്ങിയപ്പോൾ ഞാൻ ഇവരോട് കൂടി സമ്മതം വാങ്ങിയതായിട്ട് എന്ത് ഈ ഒരു സംഭവം കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് 12-ന് 4 കമ്പിട്ടാണ് 10-ന് 4 കമ്പിട്ടാണ് എന്ത് ചെയ്ത് അതിൻ്റെ മേലെ എന്ത് ചെയ്തിരിക്കണം ഒന്ന് ശരിയായി കൊടുത്തു. 10-12 എങ്ങനെയാണ് കുഴപ്പമില്ല നിലത്തിരിക്കുകയാണ് സംഭവം. പക്ഷെ എന്നാലും എന്ത് ചെയ്തിരിക്കണം അവിടുന്ന് ഒരു കോൺക്രീറ്റ് ഭിത്തിയായിട്ട് ഇങ്ങനെ ഷോവാളാട്ടോ വലിയ ഷോവാളാണ് എന്ത് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്ത് ഇതിന് മേലെ നിന്ന് ബീമും ഇപ്പോൾ കൊടുന്നാലല്ല പെർഫെക്റ്റായി. അപ്പോൾ എന്ത് ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം ഈ സാധനം ഇവിടെ അടിച്ചേക്കണം കേട്ടോ ഫുള്ള് സെറ്റാക്കിയിട്ട് അടിച്ചേക്കണം. അങ്ങനത്തെ കുറേ പണികളുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കോട്ടിയാടാണ്. ഇത് കോട്ടിയാട് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് താത്തി വാർക്കാനുള്ളതാണ് സംഭവം. ഈ കോട്ടിയാട് ഈ സിറ്റോട്ടും കൂടി താത്തി വാർത്ത് പോകട്ടതിൽ അതിൻ്റെ ഇടയിൽ. അതേപോലെ തന്നെ മാഷാഅല്ലാഹ് ഇതിൻ്റെ സംഭവമാണ് ഇതിന് എഞ്ചിനീയർ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എവിടുന്ന് എവിടേക്ക് അളവ് വെക്കണം എന്നുള്ളവരെ കറക്റ്റ് പറഞ്ഞു. നമുക്ക് ഇവിടെ നിങ്ങൾ ഒറ്റക്കല്ല് ഇതേമാതിരി ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക ഇവിടെ പരമാവധി കനുള്ള കമ്പിയാക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. ഇത് ലോഡ് താങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്വിച്ച് ബോർഡോ കാര്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ കഥ കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക ലോഡ് താങ്ങുന്നുള്ള ലെവലിലേക്ക് നമ്മൾ ചെയ്യേണ്ട. ചിമ്മിനി കൂടൊക്കെ ഇടുന്നിടത്ത് ഇതേമാതിരി അല്ല ബോർഡൊക്കെ ഇടുന്നവർക്ക് എന്ത് ചെയ്യുക കുറച്ച് കൂട്ടിയിട്ട് അടിക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഇതിപ്പോൾ ബീമാക്കിയിട്ട് എന്തായാലും അടിക്കൽ നിർബന്ധമാണ്. ഇവിടെ ബീമാക്കിയിട്ട് അടിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഇപ്പോൾ വേറെന്താ ഇത് ഇവിടെ പിന്നെ സാധാ ലിൻഡൽ പോലെയാണ്. കിച്ചണിൽ റാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഇൻഷാല്ലാഹ് ഇതിൻ്റെ ഒന്നും കൂടി കൺഫേം ആയി. സ്റ്റോർ റൂമുണ്ട്, നല്ലൊരു സൗകര്യമുള്ള സ്റ്റോർ റൂമുണ്ട്. ഇത്ര വലിയൊരു കിച്ചൺ ഇപ്പോൾ പൊന്നാനിയിലാണ് ഇപ്പോൾ ഉള്ളത്. പൊന്നാനിയിൽ ആ അളവും കൂടി ഇങ്ങോട്ട് നേരെ വെക്കുകയാണെങ്കിൽ പൊന്നാനിത്തൊക്കെ വലിയ കിച്ചണായി ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ. അവിടെ ഒരു കട്ടിങ് അളവുണ്ട് കേട്ടോ, ചെറിയൊരു കട്ടിങ് അളവ് ഈ സ്റ്റോർ റൂമിന് ഇതാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സ്റ്റോർ റൂമുണ്ട്. അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഫുള്ള് ചെയ്ത് ഇങ്ങനെ ബോട്ടടിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാഹ് എന്തായാലും എന്ത് ചെയ്യുക ഇപ്പോൾ നമ്മൾ ദക്കരിയാൻ്റെ സൈറ്റിൽ ഇട്ട പോലെ തന്നെ ഇവിടെ മെയിൻ സ്ലാബാട്ടെ പുറത്ത് കയറണേ. മെയിൻ സ്ലാബ് അങ്ങോട്ട് പുറത്ത് കയറണം. ഓക്കെ.